ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ തേങ്ങ ചിരവിയിട്ട് അവിടെ മാറ്റി വെച്ചു. അതിന് ശേഷം ഇതുപോലത്തെ ഒരു വലിയ മാങ്ങ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മാവിൽ തന്നെ പിടിച്ച മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പുളിയാണ് കേട്ടോ മാങ്ങയ്ക്ക്. അപ്പോൾ ഞാൻ തന്നെയാണ് പറിച്ചത്, അതുകൊണ്ട് ഒറ്റൊരു മാങ്ങയെ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ മാങ്ങേൻ്റെ തോല് കളഞ്ഞെടുക്കണം. ഫസ്റ്റ് ഞാൻ മുറിച്ച പീസ് മാറ്റി വെച്ചു, കാരണം അതിൻ്റെ തോല് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇവിടെ പീലർ വെച്ച് കട്ട് ചെയ്യുന്നതെന്ന്. ചിലവർ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ്, അപ്പോൾ ചിലവർ പീലർ വെച്ചിട്ട് തന്നെ ആയിരിക്കും കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കത്തി വെച്ച് കട്ട് ചെയ്യാൻ തോലെടുക്കാൻ അറിയത്തില്ല കത്തി വെച്ചിട്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ പീലർ എടുത്തത്. അതിനുശേഷം എന്താ ഈ ഒരു കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് അത് മുറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ കത്തി മാറ്റി. അപ്പോൾ ആ കത്തി മുറിച്ചിട്ടും അത് നേരെ മുറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ആ മാങ്ങേൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ കുരു ഉണ്ടല്ലോ, ആ വലിയ കുരു, അത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുറിയാത്തത്. അപ്പോൾ ആ കത്തീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതിനുശേഷം വേറെ കുറേ പീസൊക്കെ എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്, പാത്രത്തിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചോര വന്നു ഗൈസ്, ഇതെപ്പോഴും സംഭവിക്കുന്നതാണ്, അതുകൊണ്ട് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് നേരെ മുറിക്കുന്ന കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി എടുത്ത് മുറിച്ചത്. അപ്പോൾ അതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഇത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ജാറിലേക്ക് മാങ്ങയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കപ്പപ്പറങ്ങളും കറിവേപ്പിലും ഇട്ടിട്ട് അരയ്ക്കണം. അതാ കണ്ടോ, ഇതാണ് ഗൈസ്. എപ്പോഴും ഞാൻ എന്ത് ചെയ്യാൻ പോയാലും ഇതാണ് അവസ്ഥ. ഞാൻ ആ കപ്പപ്പറങ്ങൾ പറിച്ചപ്പോൾ അത് താഴെ വീണു. അപ്പോൾ അതിന് ശേഷം 2 കപ്പപ്പറങ്ങൾ എടുത്തു, അതിനുശേഷം കറിവേപ്പിലയും എടുത്തു. ഇനി നമുക്കെല്ലാം ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അരിക്കുമ്പോൾ, കാരണം ഞാൻ ഉണ്ടാക്കിയ പീസ് കുറച്ച് വലുതായിപ്പോയി. ആ മാങ്ങേൻ്റെ കഷ്ണമൊക്കെ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. കുഞ്ഞായിട്ട് അരിയണം കേട്ടോ ഗൈസ് നിങ്ങൾ അരിയുമ്പോൾ. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.